നമുക്കിന്നൊരു ഫ്ലവർ ഉണ്ടാക്കി പഠിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ഒരു പിങ്ക് കളർ യാണാണ് എടുക്കുന്നത്. ആൻഡ് ഇതൊരു തിൻ യാണാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എടുക്കുന്ന ഹുക്ക് സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 mm ആണ്. പിന്നെ ഞാനൊരു കത്രികയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സാധനം വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു, എന്നാലും ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു എക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ പിങ്കി ഫിംഗറിൽ ലോക്ക് ചെയ്ത് വെക്കാം. ദെൻ നമ്മളുടെ ഹുക്ക് എടുത്തതിന് ശേഷം ഇൻസേർട്ട് ചെയ്യാം, വലിച്ച് എടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 6 ചെയിൻ ഇടാം. ചെയിൻ ഇടുന്നതും ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. 1 2 3 4 5 6. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ ഇടുന്നത്. ആൻഡ് ചെയിൻ ലാസ്റ്റ് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫസ്റ്റത്തെ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവഴി ഇങ്ങനെ നമ്മൾക്ക് ഫസ്റ്റത്തെ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യാം. ദെൻ നമ്മൾ ആ യാൺ വെച്ച് തന്നെ ഇങ്ങനെ പുൾ ത്രൂ ചെയ്യാം. ആൻഡ് ഇങ്ങനെയാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടതും. അതേപോലെ ഇങ്ങനെയാണ് നമ്മുടെ പൂവിൻ്റെ ഫസ്റ്റ് ഇത് കാണാനിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ചെയിൻ ഇടണം. 1 2 3 4. 4 ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ ഭയങ്കര സിമ്പിളാണ്. ഡബിൾ ക്രോഷ ചെയ്യണ പോലെ തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടി യാൺ ഓവർ ചെയ്യുക, ഒരു വട്ടം കൂടെ യാൺ ഓവർ ചെയ്യാം. ടോട്ടൽ 2 വട്ടം നമ്മൾ യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ 4 എണ്ണം കിട്ടി. യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൊണ്ടെടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൊണ്ടെടുക്കുക. യാൺ ഓവർ ചെയ്യുക, ബാക്കി 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൊണ്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ തന്നെ 3 വട്ടം ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ ചെയ്യുന്നത്. നമുക്കിനി ഒരു വട്ടം കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വട്ടം കൂടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയിൻ ഇടാം. 1 2 3 4 4 ചെയിൻ. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എങ്ങോട്ട്? റിങ്ങിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതൊരു പെട്ടലാണ്. ആൻഡ് നമ്മൾ ആദ്യം 4 ചെയിനും 3 ട്രിപ്പിൾ ക്രോഷേ, പിന്നെ 4 ചെയിൻ, പിന്നെ സ്ലിപ്പ് സ്റ്റിച്ചും. ഇതന്നെ 5 വട്ടം റിപ്പീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 4 വട്ടം മതി, കാരണം നമ്മൾ ഒരു പെട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞു. ആൻഡ് നമുക്കിത് റിപ്പീറ്റ് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ട്രിപ്പിൾ ക്രോഷയാണ് ഞാൻ ചെയ്തത്. ഇനി ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടെ ചെയ്യാം. ഇനി നമുക്ക് 4 ചെയിൻ ഇടാം. ദെൻ ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ,
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചെയിൻ ഇടുക, അതിനുശേഷം വലിക്കുക, ദെൻ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് മാക്സിമം ടൈറ്റ് ചെയ്യാം. നമ്മൾ പൂ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതെടുത്ത് കെട്ടി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ നീഡിലെടുത്ത് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ കെട്ടി വെക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി നമ്മൾ പുറകു വശത്തോട്ട് കെട്ടാം. ഇങ്ങനെ കെട്ടി വയ്ക്കാം. നമ്മൾ നല്ല ടൈറ്റാക്കി കെട്ടി വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ കെട്ടി വെക്കുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്യാം നമുക്ക്. കട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാം.